മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ കിച്ചണിൽ വലിയൊരു അടി നടക്കുകയാണ്. സമയം ഉച്ചയായിട്ടും ഇതുവരെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ്. ഷാനവാസ് എന്നിട്ട് ക്യാപ്റ്റനായ ആര്യനോട് പോയി പറയുന്നുണ്ട്, എടാ ഞങ്ങൾ മെഡിസിൻ കഴിക്കുന്ന ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, നീ ഒന്ന് പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ വന്ന് കിച്ചണിൽ വന്ന് കിച്ചൺ ടീമിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആവാത്തത്, എല്ലാവർക്കും വിശക്കുന്നുണ്ട്, പലരും മെഡിസിൻ കഴിക്കുന്നതാണ്, മെഡിസിൻ കഴിക്കുന്നവർക്ക് ടൈമിൽ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അനുമോൾ അപ്പോൾ ദേഷ്യത്തിൽ പറയും, ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു, കറി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഉരുളക്കിഴങ്ങ് ഇട്ടതേ ഉള്ളൂ, ഉരുളക്കിഴങ്ങ് ഇതുവരെ വെന്തിട്ടില്ല, അത് വെന്ത് കഴിയുമ്പോഴേക്കിനും ഫുഡ് തരും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഷാനവാസിന് നല്ല ദേഷ്യമാവും. എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഫുഡ് തരുന്നത്. 6 പേരാണ് കിച്ചൺ ടീമിലുള്ളത്, ഞങ്ങളുടെ ബാത്റൂം ടീമിൽ നിന്നും കൂടി ഒരാളെ ഇട്ട് തന്നിട്ടുണ്ട് കിച്ചണിലേക്ക്, എന്നിട്ടും സമയത്തിന് ഫുഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരികയും പറയുന്നുണ്ട്, ഞാനും മെഡിസിൻ കഴിക്കുന്നതാണ്, ഇങ്ങനെ ലേറ്റായാൽ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അനുമോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രാവിലെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന്, അതായിരുന്നെങ്കിൽ ഇപ്പോൾ ഫുഡ് റെഡിയായേനെ, നീ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കില്ല, സ്വന്തം ഇഷ്ടത്തിനല്ലേ എല്ലാം ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യാനാ, ഉരുളക്കിഴങ്ങ് അരിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് ഇന്ന് വെക്കണ്ട എന്ന്, ഇനി ഇതെപ്പോൾ വേവിച്ച് ഇവർക്ക് ഫുഡ് കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിച്ചൺ ടീം പോലും ഈ കാര്യത്തിൽ അനുമോൾക്ക് എതിരാണ് പറയുന്നത്. കാരണം അനുമോളുടെ ഇഷ്ടത്തിനാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതും ഫുൾ ടൈം കുക്ക് ചെയ്യുന്നതും അനുമോൾ തന്നെയാണ്. അപ്പോൾ ഷാനവാസ പറയുന്നുണ്ട്, ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരാൾ കറി ഉണ്ടാക്കണം, അല്ലാതെ നീ തന്നെ ചപ്പാത്തിയും ഉണ്ടാക്കാൻ പോകും, അത് കഴിഞ്ഞ് വന്ന് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എൻ്റെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കാറുണ്ട്, ചപ്പാത്തിയും ഉണ്ടാക്കാറുണ്ട്, കറിയും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സമയത്തിന് കിട്ടാറുണ്ട് എന്ന് ഷാനവാസ് പറയും. അപ്പോൾ അനുമോള് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ 18 പേർക്കാണോ ഫുഡ് വെക്കുന്നത് എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, എൻ്റെ വീട്ടിൽ 18 പേർക്കല്ല ഫുഡ് വെക്കുന്നത്, പക്ഷേ 6 പേര് കിച്ചണിൽ കയറി കുക്ക് ചെയ്യാറില്ല, ഒരാളാണ് എല്ലാവർക്കും കൂടി ഫുഡ് വെക്കുന്നത് എന്ന്. എല്ലാവരും ഈ കാര്യത്തിൽ അനുമോളെ കുറ്റപ്പെടുത്തിയപ്പോൾ തന്നെ അനുമോൾക്ക് നല്ല സങ്കടമായി. അനുമോൾ കരയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ശരത്തിനോട് പറയുന്നുണ്ട്, ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ടൈമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഈ ഒരു ദിവസം ഫുഡ് കിട്ടിയില്ലെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ തന്നെ കുറ്റം പറയുന്നത് കണ്ടോ എന്നും പറഞ്ഞ് അനുമോള് കരയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷാനവാസ ഫുഡ് കഴിച്ചതിന് ശേഷം അങ്ങോട്ട് വരുന്നുണ്ട്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് സമ്മതിക്കത്തില്ല, ഇതുപോലെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് എന്താ കാര്യം, ഞങ്ങൾ മെഡിസിൻ കഴിക്കുന്ന പലരും ഉണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഷാനവാസ് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സെറ്റിലൊക്കെ പോകുമ്പോൾ, അതായത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു ദിവസം പോലും പട്ടിണി കിടന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു നേരം പോലും പട്ടിണി കിടന്നിട്ടില്ലേ, ഒരു ദിവസം ഒരു നേരം കുറച്ച് താമസിച്ച് ഫുഡ് കിട്ടിയെന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ ഷാനവാസിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഒരിടത്തും പോയി ഒരു സെറ്റിലും എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല, എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഫുഡ് വെക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയണം, എപ്പോഴും എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് സമ്മതിക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഷാനവാസും ആര്യനും കൂടി അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം.